ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഏവർക്ക് ഫുട്ബോളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PS മോർഗനുമൊപ്പമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇന്റർവ്യൂ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. റൊണാൾഡോ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത്, റൊണാൾഡോയ്ക്ക് എന്ത് പറ്റി? സാധാരണ റൊണാൾഡോയുടെ ഇന്റർവ്യൂകളെല്ലാം വൈറലാകാറാണ്, അതെല്ലാം വിവാദമാകാറുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളുമായാലും ശരി, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളായാലും ശരി, എല്ലാം ആരാധകർ ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വന്തം ആരാധകർക്ക് പോലും എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാൻ പറ്റാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അതാണ് ഈ ഒരു ഇന്റർവ്യൂവിലെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം റൊണാൾഡോ ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തത്, PS മോർഗൻ അവന്റെ തല അടിച്ച് ആദ്യം പൊട്ടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു അവസരം അറിയാലോ, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു മനുഷ്യന്റെ ഇന്റർവ്യൂ എടുക്കാൻ കിട്ടുമ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അതുപോലുള്ള ചോദ്യമാണ് അവൻ ചോദിക്കുന്നത്. എന്ത് ഇന്റർവ്യൂ, എന്ത് ഒലക്ക ഇന്റർവ്യൂ ആണ് ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ല. കാരണം നമ്മുടെ നാട്ടിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അറിയാലോ, യൂട്യൂബിൽ കുറെ ഇന്റർവ്യൂ ചെയ്യുന്ന കുറെ കോണകളുണ്ട്. അവന്മാര് ചെയ്യുന്ന ഇന്റർവ്യൂ കണക്കാണ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇന്റർവ്യൂവിലെ പ്രധാന കാര്യങ്ങളിലേക്ക് വരാം. ആദ്യമേ തന്നെ വേൾഡ് കപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്നാമത്തത്, 6-7 മത്സരങ്ങളുള്ള ഒരു ടൂർണമെന്റ് മാത്രമാണ് വേൾഡ് കപ്പ്. അതിന് വലിയൊരു പ്രാധാന്യമില്ലാത്ത രീതിയിലുള്ള ഒരു സംസാരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ആ ഒരു 6-7 മത്സരങ്ങൾ ജയിച്ച് ആ ഒരു ട്രോഫി നേടിയ ആളെ മാത്രമാണോ ലെജൻഡ് അല്ലെങ്കിൽ ഗോട്ട് എന്ന് പറയാൻ കഴിയുക എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് അറിയാലോ, ഒരു വലിയ കരിയറിനിടയിൽ ഒരു 6-7 മത്സരങ്ങൾ ജയിച്ച ഒരു ടൂർണമെന്റ് ജയിച്ചാൽ ഗോട്ട് എന്ന രീതിയിലേക്ക് വാഴ്ത്തപ്പെടുക എന്ന് പറയുന്നത് അത്ര ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ വേൾഡ് കപ്പാണ് ഫുട്ബോളിലെ ഏറ്റവും മുകളിലുള്ള ട്രോഫി. അതിന് മുകളിൽ ഒന്നില്ല. അപ്പൊ അത് നേടുക എന്ന് പറയുന്നത്, അത് നേടാത്ത ആളുകളെ നിന്ന് വ്യത്യസ്തരായി നിൽക്കും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ പെലെ, മറഡോണ 2 ലെജൻസ് ആണ്. രണ്ടുപേരെയും ഗോട്ട് എന്ന രീതിയിൽ പലരും പറയാറുണ്ട്. ഇവർക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ആ ലെവൽ പൊട്ടൻഷ്യലുള്ള, ആ ലെവലിൽ കളിച്ചിട്ടുള്ള ഒരാളാണ് ജോഹാൻ ക്രൈഫ്. പക്ഷെ അദ്ദേഹത്തെ ആരും ഇവരുടെ നിലയിൽ, ഇവരുടെ ആ ഒരു ലെവലിൽ നിർത്തുന്നില്ല. കാരണം വേൾഡ് കപ്പില്ല. വേൾഡ് കപ്പ് ഇല്ലാത്ത ഒരൊറ്റ കാരണമാണ് അദ്ദേഹത്തെ ഈ പെലെ, മറഡോണ ആ ഒരു ലെവലിൽ ബാക്കിയുള്ള ആരാധകർ കാണാത്തത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒപ്പീനിയനാണ്. അതിനെ നമ്മൾ എന്തായാലും അംഗീകരിക്കണം. അദ്ദേഹത്തിന്റെ ഒപ്പീനിയനാണ്, അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം 6-7 മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ, ശരിയാണ്. പക്ഷെ അതാണ് ഫുട്ബോളിലെ ഏറ്റവും വലിയ ടൂർണമെന്റ്. അപ്പൊ അത് നേടിയാൽ അതിനനുസരിച്ചുള്ള ഒരു വില കിട്ടും എന്നത് റിയാലിറ്റിയാണ്. അതിൽ നമുക്ക് ഒന്നും പറയാനില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് വേൾഡ് കപ്പ് ഈസ് നോട്ട് എ ഡ്രീം എന്ന് പറയുന്നു. വാട്ട് നോൺസെൻസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും കാലം അദ്ദേഹത്തെയും പോർച്ചുഗലിനെയും സപ്പോർട്ട് ചെയ്ത ഒരു ആരാധക കൂട്ടമുണ്ട്. അടുത്ത വേൾഡ് കപ്പ് പോർച്ചുഗൽ അടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എന്തിന് അർജന്റീന ആരാധകരെ കുറെ ഭാഗം ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ വേൾഡ് കപ്പ് മെസ്സിക്ക് കിട്ടി, ഈ വേൾഡ് കപ്പ് റൊണാൾഡോ എടുക്കട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ പൊട്ടന്മാരാക്കുന്ന പോലത്തെ ഒരു പ്രസ്താവനയായി പോയത്. കാരണം വേൾഡ് കപ്പ് ഇസ് നോട്ട് എ ഡ്രീം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ 2-3 കാര്യങ്ങളുണ്ട്. വേൾഡ് കപ്പ് എന്ന ഒരു ട്രോഫി നേടാൻ ഒരു സ്വപ്നം, ആ ട്രോഫി നേടുക എന്നൊരു സ്വപ്നമില്ലാത്ത ഒരു മനുഷ്യൻ മുന്നിൽ നിന്ന് നയിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗൽ എങ്ങനെ വേൾഡ് കപ്പ് നേടും? പോർച്ചുഗൽ അടുത്ത വേൾഡ് കപ്പിന് റൊണാൾഡോ ഇല്ലാതെ പോകണം എന്ന രീതിയിൽ പലരും കേൾക്കുന്നുണ്ട്. കാരണം എന്താണ്? അദ്ദേഹത്തിന് വേൾഡ് കപ്പ് എന്നൊരു ഡ്രീമില്ലാത്ത ഒരു മനുഷ്യൻ മുന്നിൽ നിന്ന് നയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വേൾഡ് കപ്പ് നേടാൻ കഴിയും? ഇതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ഒരു നിലയിലേക്ക് അത് എത്തിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അടുത്ത വർഷം വേൾഡ് കപ്പ് ഉണ്ട്. ആ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് പോർച്ചുഗൽ. ഞങ്ങൾ അതിനുവേണ്ടി പരമാവധി ശ്രമിക്കും, ആ രീതിയിലൊക്കെ പറഞ്ഞങ്ങ് പോകാൻ ഉള്ളായിരുന്നു. പക്ഷേ വേൾഡ് കപ്പ് ഇസ് നോട്ട് എ ഡ്രീം എന്ന് പറഞ്ഞതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ കൈവിട്ട അവസ്ഥയാണ്. അത് വളരെ വളരെ മോശമായിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അത്രത്തോളം ആരാധകരുണ്ട്. ഈ ആരാധകരുടെ ആ ഒരു വികാരം ഉണ്ടല്ലോ, നോർമലി ആരാധകർ വരെ വളരെ വലിയൊരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് അടുത്ത വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുമെന്ന രീതിയിൽ. ആ സമയത്ത് റൊണാൾഡോയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രതികരണം വരുന്നത് വളരെ മോശമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് കപ്പിനൊപ്പം നിന്ന് തനിക്ക് അദ്ദേഹത്തിന്റെ പാർട്ണർ അറിയാലോ, ജോർജീനയെ വിവാഹം ചെയ്യണം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിൽ ആളുകൾ.
കാരണം റോഡ്രിഗയെ തേക്കാനുള്ള പ്ലാനാണ് എന്ന രീതിയിലേക്കാണ്. അപ്പൊ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അത് അറിയാലോ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ആ വഴിക്ക് പോട്ടെ. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് അർജന്റീനയ്ക്ക് മെസ്സിക്ക് മുമ്പ് 2 വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു, മെസ്സിക്ക് ശേഷം അവരൊന്നും കൂടെ നേടി. എന്നാൽ താൻ 3 ട്രോഫി തന്റെ രാജ്യത്തിന് നേടിക്കൊടുത്തു എന്നൊരു വലിയ നേട്ടമാണ്. തങ്ങളുടെ രാജ്യമായ പോർച്ചുഗൽ വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞാൽ അതൊരു ഷോക്കിംഗ് ആണ്. പോർച്ചുഗൽ വേൾഡ് കപ്പ് നേടിയില്ലെങ്കിലാണ് ഷോക്കിംഗ്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം അത്രയും മികച്ച സ്ക്വാഡാണ് പോർച്ചുഗലിനുള്ളത്. നിലവിലെ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കുന്ന പല പ്ലേയേഴ്സും പോർച്ചുഗീസ് താരങ്ങളാണ്. അപ്പോൾ അത്രയും മികച്ചൊരു സ്ക്വാഡുള്ള ടീം കപ്പ് അടിച്ചില്ലെങ്കിലാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. കപ്പ് അടിച്ചാലല്ല. നിങ്ങൾ ഇപ്പൊ പോളണ്ട് എടുക്കുക, റോബർട്ട് ലെവൻഡോസ്കിയുടെ രാജ്യം, വെയിൽസ്, നേരത്തെ ഗാരറ്റ് ബെയിലിന്റെ രാജ്യം, ഇതൊക്കെ ചെറിയ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ വേൾഡ് കപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. റൊണാൾഡോയുടെ പോർച്ചുഗൽ പണ്ടൊരു കുഞ്ഞു രാജ്യമായിരുന്നു, മികച്ച താരങ്ങളുടെ അളവ് കുറവായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ആ ടീമിൽ കളിക്കുന്ന എല്ലാവരും ടോപ്പ് പ്ലേയേഴ്സാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് എടുത്ത ആ ഒരു അർജന്റീനിയൻ ടീമിനേക്കാൾ മികച്ച ടീമാണ് നിലവിലെ പോർച്ചുഗൽ ടീം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ റൊണാൾഡോയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, അത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അർജന്റീന പണ്ട് 2 വേൾഡ് കപ്പ് നേടിയിരുന്നു എന്ന് വെച്ച് വീണ്ടും വേൾഡ് കപ്പ് നേടാൻ അത് സഹായിക്കത്തില്ല. പണ്ടത്തെ നേട്ടങ്ങൾ ഒരിക്കലും വീണ്ടും ആവർത്തിക്കുക എന്നത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആണെന്നേ പറയുള്ളൂ. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ട്രോഫി നേടാത്ത ഒരു രാജ്യത്തിന് വേണ്ടി ഒരു സ്റ്റാർ പ്ലെയർ ആദ്യമായിട്ട് കളിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറും, ട്രോഫിയൊക്കെ നേടി ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ടീമിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുമ്പോൾ ആ ഒരു പ്ലെയർ നേരിടുന്ന പ്രഷർ രണ്ടാണ്. റൊണാൾഡോ തന്റെ ആദ്യ മത്സരം പോർച്ചുഗലിന് വേണ്ടി കളിക്കുമ്പോൾ ഒരു മനുഷ്യൻ പറയൂല പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോ വേൾഡ് കപ്പ് നേടിത്തരുക. എന്നാൽ മെസ്സി കളിക്കാൻ ഇറങ്ങിയ ആദ്യ മത്സരത്തിൽ തന്നെ പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന്, ആരാധകരുടെ ഭാഗത്തു നിന്ന് മെസ്സിക്ക് ഒരു പ്രഷറുണ്ട്. മെസ്സി വേൾഡ് കപ്പ് നേടിക്കൊടുക്കും. അദ്ദേഹം ആ ഒരു പ്രഷറിൽ തൂക്കി പിടിച്ചാണ് ഇത്രയും കാലം ഫുട്ബോൾ കളിച്ചിരുന്നത്. റൊണാൾഡോയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രഷറേ ഇല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റൊണാൾഡോ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യം, അദ്ദേഹം നേടിയ 3 ട്രോഫികൾ, തൻ്റെ രാജ്യത്തിന് ട്രോഫിയേ ഇല്ലായിരുന്നു, ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം 3 ട്രോഫി നേടിക്കൊടുത്തു എന്നത് വലിയൊരു നേട്ടമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അർജന്റീനയെ ഈ രീതിയിൽ ഒരു താഴ്ത്തുന്ന രീതിയിൽ, അതായത് മെസ്സിയുടെ നേട്ടം അതൊരു വലിയ നേട്ടമല്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത്. ഇതും വളരെ മോശമായിട്ടുള്ളൊരു പ്രതികരണമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റൊണാൾഡോ പറഞ്ഞിട്ടുള്ള ഏക നല്ല കാര്യം, ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അറിയാലോ, ആഴ്ഫണൽ കപ്പടിക്കുക എന്നതാണ്. അറിയാലോ, ആഴ്ഫണൽ കുറേ വർഷമായിട്ട്, എനിക്ക് തോന്നുന്നു 5-6 വർഷമായിട്ട് വളരെ ടോപ്പ് ലെവൽ കളിക്കുന്നു, വളരെ മികച്ച ഫുട്ബോൾ കളിക്കുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നു. സെറ്റ് പീസ് വെച്ച് അവർ മൊത്തത്തിൽ ഒരു ടീമിന് ഇല്ലാതാക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു ഫുട്ബോൾ അവർ കളിക്കുന്നു. കഴിഞ്ഞ സീസണിൽ റയലിനെ അവർ പഞ്ഞിക്കിട്ടുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ കളിക്കുന്ന ഒരു ടീമിന് കപ്പടിക്കാൻ കഴിയുന്നില്ല എന്നത് അറിയാലോ. കഴിഞ്ഞ കുറേ കാലമായിട്ട് റൊണാൾഡോയ്ക്ക് ആ ഒരു കപ്പടിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അദ്ദേഹം ഈ ഇടയ്ക്കാണ്, കഴിഞ്ഞ നാഷൻസ് ലീഗിലൂടെയാണ് ആ ഒരു കപ്പ് ക്ഷാമം അദ്ദേഹം നിർത്തിയത്. പക്ഷെ ക്ലബ് ഫുട്ബോളിൽ സ്റ്റിൽ കുറേ കാലമായിട്ട് അദ്ദേഹത്തിന് ട്രോഫി നേടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം, അദ്ദേഹം ആ രീതിയിലൊരു പ്രതികരണം നടത്തി വളരെ മികച്ചതായിരുന്നു. കാരണം ആഴ്ഫണലിന് കപ്പടിക്കാൻ കഴിയണം എന്നത് തൻ്റെ ഒരു ആഗ്രഹമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇന്റർവ്യൂവിൽ ഏറ്റവും നല്ലൊരു പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വന്ന് ഞാൻ ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൗദി ലീഗിലായതുകൊണ്ടാണോ താങ്കൾ കൂടുതൽ ഗോളുകൾ ഇപ്പോഴും നേടുന്നത് എന്ന് ആളുകളുടെ പ്രതികരണം ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് കേട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സൗദി ലീഗ് ഫ്രഞ്ച് ലീഗിനേക്കാൾ, അറിയാലോ ഫ്രഞ്ച് ലീഗിൽ PFC മാത്രമേ ഉള്ളൂ, ഇത് അദ്ദേഹം കുറെ കാലമായിട്ട് പറയുന്നതാണ്, ഫ്രഞ്ച് ലീഗിനേക്കാൾ അതുപോലെ പോർച്ചുഗീസ് ലീഗിനേക്കാൾ മികച്ചതാണ്. ഞാൻ ലാലീഗയിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നു, ലാലീഗയിൽ ഗോൾ അടിക്കുന്നതിനെക്കാട്ടിലും കഷ്ടമാണ് സൗദി ലീഗിൽ ഗോൾ അടിക്കുക എന്നതാണ്. ഇതെനിക്കൊരു നല്ല ഒപ്പീനിയനായിട്ട് തോന്നുന്നില്ല. ലാലീഗ എവിടെ കിടക്കുന്നു, സൗദി ലീഗ് എവിടെ കിടക്കണം, എന്താ പറയുക. അതായത് ലാലീഗയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പാണ്. അറിയാലോ, റയൽ, ബാഴ്സ, അത്ലറ്റിക്കോ മാഡ്രിഡ്, വാലൻസിയ, സെവിയ തുടങ്ങി കുറേ വമ്പൻ ടീമുകൾ അവിടെ ഉണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ലാലിഗയിൽ 3 ടീമുകൾ തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. സൗദി ലീഗിൽ എന്ന് പറയുമ്പോൾ 4-5 ടീമുകൾ തമ്മിൽ ആ ഒരു കപ്പിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്.
ഇപ്പോൾ റൊണാൾഡോ സൗദി ലീഗിൽ ഈ കപ്പിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗോൾ അടിക്കാൻ സൗദി ലീഗ് കഷ്ടമാണ് ലാലിഗയേക്കാൾ എന്ന് പറയുമ്പോൾ അത് ലാലിഗയുടെ ക്വാളിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത്. കാരണം ലാലിഗയിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരങ്ങളിൽ ഒരാളാണ് റൊണാൾഡോ. 9 വർഷത്തോളം ലാലിഗയിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ലാലിഗയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് എടുത്തു പറയേണ്ടതാണ്. കാരണം ലാലിഗയിൽ ലാലിഗയിൽ അദ്ദേഹം കുറേ റെക്കോർഡൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ ലാലിഗയേക്കാൾ കഷ്ടമാണ് സൗദി ലീഗിൽ ഗോൾ അടിക്കുക എന്ന് പറയുന്നത് ആ ലാലിഗയുടെ ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 40 ഡിഗ്രിയിൽ കളിക്കുക എന്ന് പറയുന്നത് ശാരീരികമായിട്ട് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ യൂറോപ്പിലെ പല ലീഗിലും 1 ഡിഗ്രിക്ക് താഴെ, അതായത് -ഡിഗ്രിയിൽ കളിക്കുന്ന പല ലീഗുകളും ഉണ്ട്. പിന്നെ 40 ഡിഗ്രിയിൽ കളിക്കുക എന്ന് പറയുമ്പോൾ റൊണാൾഡോ മാത്രമല്ല, ആ ഒരു എൻറ്റയർ ലീഗിലുള്ള എല്ലാ പ്ലേയേഴ്സും 40 ഡിഗ്രി കളിക്കുമ്പോൾ അതിലൊരു അഡ്വാൻറ്റേജോ ഡിസ്അഡ്വാൻറ്റേജോ ഇല്ല. എല്ലാവരും ഒരേ ക്ലൈമറ്റിലല്ലേ കളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അഡ്വാൻറ്റേജ് ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും കാണും, പക്ഷെ അഡ്വാൻറ്റേജ് അങ്ങനെ ഒന്നുമില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയെ തന്നെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ലാലിഗയേക്കാൾ ക്വാളിറ്റി സൗദി ലീഗിനുണ്ട് എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം വന്നിട്ടുള്ളത്. അതും അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അറിയാലോ, സൗദി ലീഗിൽ 4-5 മികച്ച ടീമുകളുണ്ട് എന്ന് വെച്ച് മിഡ് ടേബിൾ ബോട്ടം ടേബിളിൽ കളിക്കുന്ന ഒരു 10-15 ടീമുണ്ടല്ലോ. ആ ടീമുകളുടെ ക്വാളിറ്റി സൗദി ലീഗിലെ ആ ഒരു മിഡ് ടേബിൾ ബോട്ടം ടേബിൾ കളിക്കുന്ന ടീമുകളുടെ ക്വാളിറ്റിയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരിക്കലും ഫ്രഞ്ച് ലീഗിലെ ആ ഒരു മിഡ് ടേബിൾ ബോട്ടം ടേബിൾ ടീമുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഫ്രഞ്ച് ലീഗിൽ PSG മാത്രമേ ഉള്ളൂ, കപ്പിന് പോരിടുന്ന ടീം PSG മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള ടീമുകളുടെ ക്വാളിറ്റി ഉണ്ടല്ലോ, അതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പോർച്ചുഗീസ് ലീഗ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യമാണ് പോർച്ചുഗൽ. അവിടെ എന്ന് പറയുമ്പോൾ ബെനിഫിക്ക, പോർട്ടോ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ആദ്യത്തെ ക്ലബ്ബായിട്ടുള്ള ഒരു സ്പോർട്ടിംഗ്, ഈ 3 ടീമുകൾ തമ്മിൽ ആ ഒരു കപ്പിനൊരു പോരാട്ടം നടക്കുന്നുണ്ട്. പിന്നെയുള്ള ടീമുകളുടെ ക്വാളിറ്റി ഉണ്ടല്ലോ, വളരെ മികച്ച ക്വാളിറ്റി ഉള്ള ടീമുകളാണ് ബാക്കിയുള്ള ടീമുകൾ. അപ്പോൾ പിന്നെ ലാലിഗയിൽ ഞാൻ പറയേണ്ടതില്ല, എല്ലാ ടീമുകളും അവിടെ വളരെ മികച്ച രീതിയിലുള്ള ഫുട്ബോൾ കളിക്കുന്ന ടീമുകളാണ്. അപ്പോൾ ഇവരുടെ ക്വാളിറ്റിയിലേക്ക് ഈ ഒരു സൗദി ലീഗിലെ മിഡ് ടേബിൾ ബോട്ടം ടേബിൾ ടീമുകൾ ഒരിക്കലും എത്താൻ പോകുന്നില്ല. അവരുടെ ആ ഒരു ക്വാളിറ്റിയുടെ ലെവലിന്റെ പകുതി പോലും ഇല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സൗദി ലീഗിലെ മത്സരങ്ങൾ നിങ്ങൾ കാണുമ്പോൾ അൽ ഹിലാലും അൽ നാസറും തമ്മിലുള്ള മത്സരം വളരെ കിടലിനായിരിക്കും. അതുപോലെ വലിയ ടീമുകൾ 4-5 ഉണ്ട്, അവർ തമ്മിലുള്ള മത്സരങ്ങൾ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷെ ചെറിയ ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങൾ, അല്ലെങ്കിൽ 2 ചെറിയ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ടീമിന്റെ ക്വാളിറ്റി. നേരെ ചൊവ്വ പാസ് ചെയ്യാൻ അറിയാത്ത പ്ലേയേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. അറിയാം, എല്ലാവരും പ്രൊഫഷണൽ പ്ലേയേഴ്സാണ്, പാസ് ചെയ്യാൻ അറിയാത്ത ആരും തന്നെ കാണത്തില്ല. പക്ഷെ വളരെ ബ്ലണ്ടർ ആയിട്ടുള്ള മിസ്റ്റേക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ലീഗിലെ ആ ഒരു മത്സരങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് MLS ഭയങ്കര കിട്ടില്ലെന്നാണെന്നല്ല. MLS കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഈ ഒരു വീഡിയോയിൽ. അറിയാലോ, MLS സെയിം അവസ്ഥയിലൂടെ പോകുന്ന ഒരു ലീഗൊക്കെ തന്നെയാണ്. രണ്ടും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ഫോർമാറ്റിലെ വ്യത്യാസമാണ്. അവിടെ കുറെ ഈ നോക്കൗട്ട് റൗണ്ട് മത്സരങ്ങൾ, അങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഇല്ല, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു സംഭവമൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം, പിന്നെ സൗദി ലീഗിലെ ഗോളുകൾ എന്തുകൊണ്ട് ഗോൾഡൻ ബൂട്ടിന് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ബ്ലണ്ടറാണ് അത്? ഗോൾഡൻ ബൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗ്ലോബലി ഒരു ഗോൾഡൻ ബൂട്ടില്ല. ആകെ ഉള്ളത് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടാണ്. മെസ്സിക്ക് 6 റൊണാൾഡോയ്ക്ക് 4 ഉള്ളത്. ഈ ഒരു ഗോൾഡൻ ബൂട്ടിനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒരു പോഡ്കാസ്റ്റ്, ആ ഒരു ഇന്റർവ്യൂ ഞാൻ വീണ്ടും നോക്കി. എനിക്കത് ഗോൾഡൻ ബോൾ എന്ന് പറഞ്ഞ പോലെയാണ് കേൾക്കുന്നത്. അത് എനിക്ക് എൻ്റെ ചെവിയുടെ പ്രശ്നമാണോ എന്ന് അറിയാൻ പാടില്ല. പക്ഷെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഗോൾഡൻ ബൂട്ട് എന്നാണ്. അപ്പോൾ ഗോൾഡൻ ബൂട്ട് ആ ഒരു, ഞാൻ പറയാം, യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് നൽകുന്ന രീതി എന്ന് പറയുന്നത് യൂറോപ്പിലെ ലീഗുകളിൽ മികച്ച ഗോൾ സ്കോററിനാണ്, ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള താരത്തിനാണ്. അതേസമയം ഈ സൗദി ലീഗ് എന്ന് പറയുന്നത് യൂറോപ്പിലല്ലല്ലോ, അത് ഏഷ്യൻ ലീഗല്ലേ, ഏഷ്യയിലെ ഒരു രാജ്യത്തിലെ ലീഗല്ലേ. അപ്പോൾ അതെങ്ങനെ കൊടുക്കും? അത് ഈ ഇത്രയും കാലം യൂറോപ്പിൽ കളിച്ച, യൂറോപ്പിൽ ജനിച്ചു വളർന്നിട്ടുള്ള റൊണാൾഡോയ്ക്ക് അറിയത്തില്ലേ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് എന്താണ് ഇങ്ങനെ അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളതെന്ന് അറിയാൻ പാടില്ല. പിന്നെ OS മോർഗൻ, അവനെപ്പോലെ ഭ്രാന്തൻ വേറെ ആരുമില്ല. അതിൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബെക്കാമാണോ അതോ റൊണാൾഡോ ആണോ, ആരാണ് ഹാൻസം?
എന്താ അറിഞ്ഞിട്ട് എന്തിനാടാ അതിനൊക്കെ നീ നിന്റെ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നുണ്ടോ? എനിക്ക് അതേ ചോദിക്കാനുള്ളൂ. കാരണം ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് എന്തിനാണ് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ ലഭിക്കുന്നു, അതും ലോകത്തെ ഏറ്റവും വലിയൊരു ഫുട്ബോൾ പ്ലെയറിൽ ഒരാളെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ ലഭിക്കുക എന്നത് ഒരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യമുള്ള സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 2026 വേൾഡ് കപ്പിലെ തങ്ങളുടെ ആ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, ഇല്ലെങ്കിൽ 2026 വേൾഡ് കപ്പിൽ നിങ്ങൾ പോകുമ്പോൾ നല്ലൊരു ടീം നിങ്ങൾക്കുണ്ട്, ആ ടീമിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, ആ ടീമിന്റെ മെന്റാലിറ്റി ഇപ്പോൾ എങ്ങനെയാണ്, നിങ്ങളുടെ ആ ഒരു വേൾഡ് കപ്പിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്. അറിയാലോ, ഒരു പോർച്ചുഗീസ് താരം കഴിഞ്ഞ ആ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിട പറഞ്ഞത്. അപ്പോൾ ആ താരവുമായിട്ടുള്ള ഡിയാഗോ ജോട്ടയായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനെക്കുറിച്ച്, ഇല്ലെങ്കിൽ ക്ലബിനൊപ്പം ട്രോഫി നേടിയിട്ട് കുറച്ച് കാലമായി, ക്ലബിൽ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, വളരെ സ്ട്രോങ് ആക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ടീമിനെ, ഇത്തവണ ക്ലബിനൊപ്പം ട്രോഫി നേടാൻ കഴിയുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം അവൻ അവിടെ നീളം ഇവിടെ വീതി, അവൻ്റെ ഇങ്ങനെ കുറേ ഒരു പരട്ട ചോദ്യങ്ങൾ. ഈ ഒരു OS മോർഗനെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ തിരുമ്മി അത് വിട്ടേക്കണം. കാരണം എന്ത് കയ്യിലെത്തണം, കൈ വാങ്ങി അടിക്കുമെന്നേ. നിങ്ങൾ ആ ഒരു മൊത്തം ഇന്റർവ്യൂ ഒന്ന് പോയി എടുത്ത് നോക്കുക. അതിൽ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തിന് ചോദിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അതൊക്കെ ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സെന്റൻസ് ഇങ്ങനെ റൊണാൾഡോ പറയുന്നു, റൊണാൾഡോ തിരിച്ചൊരു സെന്റൻസ് പറയും. ഇത് ഇന്റർവ്യൂ ആണോ? ഇപ്പൊ എനിക്ക് ഞാൻ പോയി ചെയ്യുന്ന ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ വേണമെങ്കിൽ ചെയ്യാടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജേർണലിസം പഠിച്ചിട്ടുള്ള ഒരാളാണ്, ജേർണലിസം ഡിഗ്രി എനിക്കുണ്ട്. ഈ ജേർണലിസത്തിൽ എനിക്ക് തോന്നുന്നു 3ാമത്തെയോ 4ാമത്തെ സെമസ്റ്ററിൽ ഇന്റർവ്യൂ മാത്രമാണ് ടോപ്പിക്ക്. പല ടൈപ്പിലുള്ള ഇന്റർവ്യൂസ്, അതിൻ്റെ കുറേ കാറ്റഗറീസ്, അതിൽ ചോദിക്കേണ്ട രീതി, നമ്മൾ പെരുമാറേണ്ട രീതി, അങ്ങനെ ആന പൂനെ മറ്റത് മറിച്ചെന്ന് പറഞ്ഞ് ഒരു ബുക്ക് മൊത്തം അതാണ്. അപ്പം അതത്രയും എനിക്ക് നല്ല രീതിക്ക് അറിയാവുന്നതാണ്. അതായത് അത്യാവശ്യം നല്ല മാർക്ക് എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഇവൻ ഇങ്ങനെ വെച്ച് മെഴുകി വെച്ചിരിക്കുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്റർവ്യൂവറാണ് അദ്ദേഹം, ഒരു ഇംഗ്ലീഷ് ഇന്റർവ്യൂവർ. അദ്ദേഹത്തിന് വേറെ പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഇത് വളരെ മോശമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ കുറെ പൊട്ടന്മാരെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്, അതുപോലൊരു ഇന്റർവ്യൂ ആയിപ്പോയി. റൊണാൾഡോ വെച്ച് ഒരു പ്രോപ്പർ ഇന്റർവ്യൂ, ഇങ്ങനെയാണെങ്കിൽ ഈ ഊളയ്ക്ക് മാത്രമേ ഇന്റർവ്യൂ കൊടുക്കത്തുള്ളൂ. കുറെ ഇന്റർവ്യൂ ആയി എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ എല്ലാ ഇന്റർവ്യൂവും കഴിയുമ്പോഴും അണ്ണൻ ചെയ്യാറില്ല. ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻ, ഇത് അങ്ങനെയൊക്കെ മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാലോ, റൊണാൾഡോയുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് പോർച്ചുഗീസാണ്. അപ്പോൾ പോർച്ചുഗീസ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിൽ ഈ ഒരു ലാംഗ്വേജ് പ്രോബ്ലം ഒന്നും അദ്ദേഹം കാണാൻ വഴിയില്ല. കാരണം അദ്ദേഹം പണ്ടേ ശരിയാക്കിയതാണ്. പക്ഷേ ഇവൻ ഇങ്ങനെ ഒരു സെന്റൻസ് പറയുമ്പോൾ അങ്ങനെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ലയോ എന്നൊരു സംശയം. ആ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വേണമെന്ന് വെച്ച് പറയുന്നതാണോ അതോ അറിയാതെ പറഞ്ഞു പോകുന്നതാണോ, ആ രീതിയിലാണ് ആ ഒരു സംസാരം വരുന്നത്. എനിക്ക് മനസ്സിലാകാൻ പാടില്ല ഇതെന്തിനാണ് സംഭവം. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ ഒരു എൻ്റെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. ഇതൊക്കെയാണ് മെയിനായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും ഇതില്ലാതെ വേറെ കുറേ ഊളത്തരം കേട്ട് വെച്ചിട്ടുണ്ട്. OS മോർഗൻ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയെ കുറിച്ച്. ഉള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ടേൽ.